അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നൊരു വെഡ്ഡിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വെഡ്ഡിങ്ങിൻ്റെ ഫസ്റ്റ് സെക്ഷനൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, അതൊക്കെ മോളാണ് എടുത്തത്. അപ്പോൾ മോളെ ചാനലിലാണ് കേട്ടോ അതുണ്ടാവുക, നഷാനഷ് എന്നുള്ള ചാനലിലാണ് അതുണ്ടാവുക. ഞാൻ സെക്കൻഡ് പാർട്ടായിട്ടുള്ളതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഇട്ട ഡ്രസ്സ് ഉണ്ടല്ലോ, അത് ഞാൻ കല്യാണത്തിന് വേണ്ടിയിട്ട് അടിച്ചതാണ് കേട്ടോ, മുഴുവനായിട്ടില്ല, തലേന്നാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. പക്ഷേ അത് ഇട്ടിട്ട് ഞാൻ അതിൻ്റെ മേലൊരു ലൈസൊക്കെ ഉണ്ടായിട്ടൊരു ഗോൾഡൻ കളർ, അതൊക്കെ ഇട്ട് വന്നപ്പോൾ മക്കൾ ഭയങ്കര കളിയാക്കുക, എന്തോ മെസ്സിക്ക് എന്തോ ഒരു അവാർഡ് കിട്ടിയപ്പോൾ മെസ്സി കിട്ടിയെന്ന ഡ്രസ്സാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിട്ടൊരു ഭയങ്കരമായിട്ട് ഊക്കിട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഇത് ഇടണ്ടായിട്ട് എനിക്കൊരു കോൺഫിഡൻ്റ് ഇല്ല. അപ്പോൾ പിന്നെ ലാസ്റ്റ് നമുക്ക് ആദ്യമുള്ള ഡ്രസ്സ് തന്നെ ഇട്ട് ശരണം. ഇത് ആരെ കല്യാണമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ, അതായത് ഭാവൻ്റെ അമ്മോൻ്റെ മോളക്കുട്ടിൻ്റെ കല്യാണമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ്, രാവിലത്തെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചെക്കൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അത് വൈകുന്നേരം 5 മണിക്ക് ശേഷമാണ് കേട്ടോ പോയിരുന്നത്. പിന്നെ എല്ലാ കല്യാണത്തിനുള്ള പോലെ തന്നെ നമ്മൾ വരുമ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടായിരുന്നുണ്ടോ, പല തരത്തിലുള്ള വെൽക്കം ഡ്രിങ്ക്സ് ആയിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വരുമ്പോൾ തന്നെ എന്താ പറയുക, ചിക്കൻ്റെ ലെഗ് ഉണ്ടായിരുന്നു, അതേപോലെ ചെമ്മീൻ ബ്രോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് സൂപ്പ് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ സൂപ്പ് കൊണ്ടുവന്നപ്പോൾ അത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, ചിക്കൻ സൂപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ കുടിക്കണ വീഡിയോ ഞാൻ എടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ. നമുക്ക് ക്യാമറാമാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേറെ ആരെ കൊണ്ടൊക്കെ ഇങ്ങനെ എടുപ്പിക്കണമല്ലോ. ഞങ്ങളെല്ലാവരും പറയായിരുന്നു ഇന്ന് തന്നെ ഈ പ്രോഗ്രാം വേണ്ടിയില്ലായിരുന്നു എന്ന്. കാരണം ഉച്ചക്ക് കല്യാണത്തിന് ഫുഡൊക്കെ കഴിച്ച് വന്നതാണ്, പിന്നെയാണ് ചെക്കൻ്റെ വീട്ടിൽ വന്നിട്ട് ഇത്രയും ഈ ഫുഡ് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ പോലെ തോന്നൂലേ. കാരണം എല്ലാ ഐറ്റംസും അടിപൊളി ഐറ്റംസ് ആയിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് കഴിക്കാൻ കഴിയണ്ടേ, ഞാനൊക്കെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ എടുത്ത് പ്ലേറ്റിൽ വെച്ചു എന്നല്ല, പിന്നെ ലാസ്റ്റ് പോരായപ്പോഴൊക്കെ കരക്ക് കയറിയിട്ട് അങ്ങനെ ഉണ്ട് പ്ലേറ്റിൻ്റെ. ഏതായാലും എനിക്കതിൽ ഏറ്റവും ഇഷ്ടമായത് നല്ല അടിപൊളി നെയ്ച്ചോറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ നല്ലൊരു ചെമ്മീൻ്റെ ഒരു ഗ്രേവി ഉണ്ടായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അത് മീൻ പൊള്ളിച്ചതും മട്ടൻ പൊള്ളിച്ചതും എന്തൊക്കെയാണ് കേട്ടോ, അറിയില്ല ഐറ്റംസിൻ്റെ പേരൊന്നും അറിയില്ല എന്നാലും. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് നമുക്കിങ്ങനെ അവർ സെർവ് ചെയ്യുന്നത് ഭയങ്കര ഇതായിട്ടോ, നല്ലൊരു എന്താ പറയുക, നമ്മൾക്ക് കഴിക്കണ്ടെന്ന് വിചാരിച്ചത് നമ്മൾ കഴിച്ചു പോട്ടോ, അങ്ങനത്തെ ഒരു ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും നല്ല അടിപൊളിയായിരുന്നു ഫുഡും കാര്യങ്ങളും, അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ നിങ്ങൾ കണ്ടോളൂ കേട്ടോ. കുനാഫ ഉണ്ടായിരുന്നു, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്തു കേട്ടോ. പിന്നെ ഞാനും നാത്തുമാരും പിന്നെ അവിടെ കിടന്നിട്ട് ഒരു ബഹളമായിരുന്നു കേട്ടോ. ഇന്ന് കഴിക്കാറൊന്നും പറ്റൂലെങ്കിൽ നമ്മൾ ഓരോന്നൊക്കെ ഇങ്ങനെ എല്ലാം എടുത്തു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ട്, ഞാനിപ്പം ഇനി ഈ വീഡിയോയിൽ പോണത് പറയാനുണ്ടാവില്ല. അപ്പോൾ ഏതായാലും ഞങ്ങൾ വീട്ടിലേക്ക് പോയി. പക്ഷേ ഞാൻ വീട്ടിലെത്തിയില്ല, ഞാൻ ജിമ്മിനാണ് ഇറങ്ങിയത്. കാരണം ഇത്രയും ഐറ്റംസൊക്കെ കഴിച്ചതല്ലേ, അപ്പോൾ ഇനി ഒന്ന് ജിമ്മിന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് മോളില്ല, മോള് ഞാൻ പറഞ്ഞല്ലോ ഈ പരിപാടിക്ക് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും മക്കളും അവിടെ ഇറങ്ങിയിട്ടോ ജിമ്മിൽ, എന്നിട്ട് അവിടെ വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ നമ്മൾ സ്ഥിരം ചെയ്യുന്നൊരു കാര്യമാണല്ലോ ഇതിൻ്റെ ഒപ്പൊക്കെ പോകുമ്പോൾ എന്താ പറയുക, അവരെ വീട് കാണുക എന്നുള്ളൊരു ചടങ്ങ്. അങ്ങനെ ഞങ്ങളും പോയി അവരുടെ മണിയറൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ പണ്ടത്തെ പോലെയല്ലല്ലോ ഇപ്പോഴത്തെ മണിയറ, ഇപ്പോൾ സിമ്പിളല്ലേ, നല്ല അടിപൊളി ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നമ്മളെ മണിയറൊക്കെ എന്ന് പറഞ്ഞാൽ പൂക്കളോണ്ട് അലങ്കരിച്ച മണിയറയായിരുന്നു. ഇപ്പം അങ്ങനെയല്ലല്ലോ. അപ്പോൾ എവിടേക്കാണ് കല്യാണം എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, വെള്ളോമ്പ്ര ആണ് കേട്ടോ. വെള്ളോമ്പ്ര അത്താണിക്കൊക്കെയാണ് കല്യാണം ഉണ്ടായിരുന്നത്. അപ്പോഴാണ് അവിടെ വെള്ളോമ്പ്ര സ്കൂളിലെ മാഷുണ്ട് കേട്ടോ. അപ്പോൾ ഞാനവിടെ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ എന്താ പറയുക, അവർ കണ്ട് കുറേ നേരം സംസാരിച്ചു. PT മാഷ് കേട്ടോ.